ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രോച്ചറ്റ് പാറ്റേൺ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് അക്രിലിക്കാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് ഈ ഡിസൈൻ ചെയ്യാൻ നല്ലത്. 100 ഗ്രാമോളം വേണ്ടി വരും. ഇത് അക്രിലിക്കാണ്. സെയിം ഗ്രീനിൻ്റെ കളർ സൈസ് തന്നെയാണ് ഇപ്പോൾ കാണിച്ചത്. ഇത് സ്വെറ്ററൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. 3 mm ഹൂക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ആയി കഴിഞ്ഞു. ഇനി 2 ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ സർക്കിളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ആയി കഴിഞ്ഞു. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. ഇത് സ്വെറ്ററൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പക്ഷേ അക്രിലിക്കാണ് ഇതിന് നല്ലത്. ഇപ്പോൾ ഇത് ടോട്ടൽ 18 ഡബിൾ ക്രോഷ്യയാണുള്ളത്. ശേഷം ആ നീളം കുറഞ്ഞ അറ്റത്ത് പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ആ സെൻറ്ററിൽ അധികം ഗ്യാപ്പ് വരാതെ ഇരിക്കും. ഇപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് റൗണ്ട് ജോയിൻ ചെയ്ത് 2 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണിത്. 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്തിട്ട് അവിടുത്തെ ഗ്യാപ്പിലാണ് വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പം നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത ഗ്യാപ്പിൽ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇങ്ങനെയാണ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 6 പെറ്റലായിട്ടാണ് ഇത് വരുന്നത്. 6 പെറ്റൽസാണുള്ളത്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് 4 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ 5 ആയിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത് ഗ്യാപ്പിൽ വീണ്ടും നമ്മൾക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കവിടെ 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത് വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയത്. ഇനിയിപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് റൗണ്ട്. അപ്പോൾ ആ 2 ചെയിൻ സ്റ്റിച്ച് സെക്കൻഡ് റൗണ്ടിലെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പം 4 ഡബിൾ ക്രോഷ്യ നമ്മൾ ആ ചെയിൻ ഗ്യാപ്പിൽ ചെയ്യുക. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ റൗണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യാതെയാണ് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. എപ്പോഴും ആ ചെയിൻ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ആ ഡബിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 2 സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. എപ്പോഴും ആ 2 ലാസ്റ്റ് ഓരോ പെറ്റലിൻ്റെയും ആ ലാസ്റ്റ് 2 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും ചെയിൻ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും നമ്മൾ അവിടെ ഫസ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ, തേർഡ് ഇപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് 4 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. തേർഡ് റൗണ്ട് ആകുമ്പോൾ 6 ഡബിൾ ക്രോഷ്യ വരും നമുക്ക് ടോട്ടൽ. പിന്നെ നമുക്ക് ഇപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനിയാണ് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് 4th റൗണ്ട് ആകുമ്പോൾ നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 4th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4ാമത്തെ റൗണ്ടാണ്. അപ്പം 4 ചെയിൻ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. അപ്പം ആ ഗ്യാപ്പിൽ
എപ്പോഴും 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അവിടെ നിന്നാണ് നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പോൾ ഇവിടെ 6 ഡബിൾ ക്രോഷ്യയാണ് നമുക്ക് ഉള്ളത് 3rd റൗണ്ടിൽ. അപ്പോൾ അതിൽ നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ട് 2 എണ്ണം മാത്രം ഓരോ പെറ്റലിൻ്റെയും ലാസ്റ്റ് 2 എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മൾക്ക് എത്ര വലിപ്പത്തിലും ചെയ്തു പോകാം. ഇപ്പോൾ 4th റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ, ആ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ചെയിനിലാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 4th റൗണ്ടിൽ നമുക്ക് ടോട്ടൽ പെറ്റൽ വൈസ് നോക്കുമ്പോൾ 8 ഡബിൾ ക്രോഷ്യയാണ് വരേണ്ടത്. ലാസ്റ്റ് 2 എണ്ണം സ്കിപ്പ് ചെയ്യും നമ്മൾ. ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ നെക്സ്റ്റ് ചെയ്യേണ്ടുന്നത് 4 ചെയിൻ ഇട്ടതിന് ശേഷം ആ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് ചെയിനിൽ ഓരോ പെറ്റലും ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 എണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യണം. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ ഇട്ട്. അപ്പോൾ 4th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 4 ചെയിനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടം വരെ ചെയ്ത് വരാം. ഇപ്പോൾ നമുക്ക് 4th റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഓരോ പെറ്റലിലും 8 ഡബിൾ ക്രോഷ്യയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് 5th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 കംപ്ലീറ്റ് ആയി. നമുക്ക് 5th റൗണ്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് നമുക്ക് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ശേഷം ആ ചെയിൻ ഗ്യാപ്പിൽ എപ്പോഴും 4 ഡബിൾ ക്രോഷ്യ മാത്രം ചെയ്താൽ മതിയാകും. ഓരോ റൗണ്ടിലും ആ ചെയിനിൻ്റെ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ചെയിൻ സ്റ്റിച്ചിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം ലാസ്റ്റ് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം ഓരോ റൗണ്ടിലും ഓരോ പെറ്റലിലും. ഇപ്പോൾ നമ്മൾ 5th റൗണ്ട് ആയതുകൊണ്ട് 5th റൗണ്ടിൽ നമുക്ക് ഓരോ റൗണ്ടിലും ഓരോ പെറ്റലിനും 2 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആകും. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 8 ആയിരുന്നു. ഇപ്പോൾ 5th റൗണ്ടിൽ നമുക്ക് 10 ആണ് വരുന്നത്. 6th റൗണ്ടിൽ 12 വരും പെറ്റൽ വൈസ്. ഇപ്പോൾ ലാസ്റ്റ് 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് 5 ചെയിൻ സ്റ്റിച്ച്, ചെയിൻ ഗ്യാപ്പിൽ 4 ഡബിൾ ക്രോഷ്യ, അപ്പോൾ ഇതേ രീതിയിൽ എത്ര വലിപ്പമുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ലാസ്റ്റ് 2 ഓരോ പെറ്റലിൻ്റെയും ലാസ്റ്റ് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തു പോയാൽ മതി. ഇപ്പോൾ 5th റൗണ്ട് ആകുമ്പോൾ ഞാൻ 5 ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ 6 കൊടുക്കുക. അതേ ഉള്ളൂ വ്യത്യാസം. 7th റൗണ്ട് വരുമ്പോൾ ഞാൻ 7 ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോന്നിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ചെയ്തിട്ട് ആ ലാസ്റ്റ് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം. ഓരോ പെറ്റലിൻ്റെ ഓരോ റൗണ്ടിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്കങ്ങനെ ഒരു മിസ്റ്റേക്കൊന്നും വരില്ല. പിന്നെ ഓരോ പെറ്റലിൽ ഓരോ റൗണ്ടിലും 2 ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ 6 പെറ്റൽസിന് ഇതേ രീതിയിൽ എത്ര വലിപ്പമുള്ളതും ചെയ്യാം. ഇപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ അവിടെ മാത്രം ഓരോ റൗണ്ടിൽ ഓരോന്ന് കൂട്ടിയിട്ടാൽ മതി. 5th റൗണ്ടിൽ 5 ചെയിൻ സ്റ്റിച്ച്, 6th റൗണ്ടിൽ 6 അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 18 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. പിന്നെ 4 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്ത് 2 ചെയിൻ സ്റ്റിച്ച്. അങ്ങനെയാണ്. തേർഡ് റൗണ്ടിൽ 3 ചെയിൻ സ്റ്റിച്ച്. ഫോർത്ത് റൗണ്ടിൽ 4 ചെയിൻ സ്റ്റിച്ചാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾക്ക് 4 ഡബിൾ ക്രോഷ്യ ആയിരുന്നു. തേർഡ് റൗണ്ടിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ, ഫോർത്ത് റൗണ്ടിൽ 8 ഡബിൾ ക്രോഷ്യ, ഫിഫ്ത്ത് റൗണ്ടിൽ 10 ഡബിൾ ക്രോഷ്യ, 11th റൗണ്ടിൽ 12. അങ്ങനെ 2 കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഗ്രീന് നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്രയും വലിപ്പമില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് കളറ് അങ്ങനെ ചെയിൻ സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ നിർത്തിയെടുത്ത് തന്നെ അടുത്ത കളറ് ജോയിൻ ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. ഇപ്പോൾ 10 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 10 ചെയിനുകളിട്ട് ഇടുക. ഇട്ടിട്ട് ടോട്ടൽ ഒരു 5 ചെയിന്, 5 അല്ലെങ്കിൽ 6 ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണം. വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച് ഇടുക. 10 ചെയിനുകൾ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 5. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നേർപകുതി. ഇപ്പോൾ 10 ചെയിൻ സ്റ്റിച്ച് ആണ് ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 5-6 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് നമുക്ക് വിട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഒന്നുകിൽ 5 or 6. ഒരു 6 ചെയിനാണ് എടുത്തിട്ടുള്ളത്. ാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. 3, 4, 5 or 6 എടുക്കാവുന്നതാണ്. വീണ്ടും 10 ചെയിനുകൾ ഇടുക. 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വീണ്ടും നമ്മൾ 6th ചെയിനിൽ ജോയിൻറ്റ് ചെയ്യാം. 10 ചെയിൻ സ്റ്റിച്ച്, 6th ചെയിന്. ഇപ്പോൾ ഒരു ബാക്കി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. 5 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 6ൽ നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ 5 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 10 ചെയിൻ സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് നമുക്കിത് ജോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങാം. ഇപ്പം ഞാൻ അങ്ങനെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ 10 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. 10 ചെയിനുകൾ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ ആ 10 ചെയ്തതിൻ്റെ ഹാഫ്, അപ്പോൾ 5ാമത്തെ സ്റ്റിച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യേണ്ട, നമ്മൾക്ക് അങ്ങനെയൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നേരെ ഹാഫ് 5ാമത്തെ സ്റ്റിച്ച് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ട്, സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. വീണ്ടും 10 ചെയിൻ സ്റ്റിച്ച്, എപ്പോഴും 10 ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം 5th ചെയിനിൽ ജോയിൻ ചെയ്യുക. ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് 10 ചെയിൻ സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം തേർഡ് റൗണ്ട്. 2, 3, 4, 5, 6, 7, 8, 10 ആണ് ടോട്ടൽ 10 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 5th ചെയിനിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ എല്ലാ റൗണ്ടിലും 10 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക.
ഇതിപ്പം ടോട്ടലി 15 റൗണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂട്ടാതെ തന്നെ 15 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രീന് 19 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ മെതേഡിൽ നമുക്ക് എത്ര വലിപ്പമുള്ളതും നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ വേണമെങ്കിൽ നമ്മൾക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾക്കൊരു ഫ്ലവർ ഇതേപോലെ ചെയ്തു വെച്ചാൽ നന്നായിരിക്കും. ഇത് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. നമ്മൾക്ക് ഇപ്പം ഞാനൊരു ഫ്ലവറും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യം